ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ആദ്യം മലേഗാവ് സ്ഫോടന കേസിൽ 7 പേരും കുറ്റവിമുക്തർ. പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെ വെറുതെ വിട്ട് മുംബൈ പ്രത്യേക NIA കോടതി. വിധി പ്രസ്താവം 17 വർഷത്തിന് ശേഷം UAPAയും ആംസ് ആക്ടും നിലനിൽക്കില്ല. ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്നും കണ്ടെത്തൽ. ഛത്തീസ്ഗഡ് കന്യാസ്ത്രീ വിവാദത്തിൽ പെൺകുട്ടിയുടെ നിർണായക വെളിപ്പെടുത്തൽ. ആഗ്രയിലേക്ക് പോകാൻ വിളിച്ചത് സിസ്റ്റർ പ്രീതി മേരി. ടിക്കറ്റ് എടുത്തത് സിസ്റ്റർ വന്ദന. തിരികെ വീട്ടിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അനുവദിച്ചില്ല. സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്നും പെൺകുട്ടി. ഒള്ളി ഓൺ ജനം. നിരവധി കഥകളാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്നും പുറത്തുവരുന്നത്. ക്രൈസ്തവ സഭയും രാഷ്ട്രീയക്കാരും കളിച്ച് കളി കാര്യമായ മട്ടാണ്. ഇരു കൂട്ടരുടെയും ഭീഷണിയും സമ്മർദ്ദവും ചിലവാകുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. മതപരിവർത്തനമെന്ന അഗ്നിപർവ്വതം ഛത്തീസ്ഗഡിൽ പൊട്ടിത്തെറിയുടെ വക്കിലാണ്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ മിണ്ടാട്ടമില്ലാതെ ഛത്തീസ്ഗഡ് കോൺഗ്രസ് ഭരിച്ചപ്പോഴും മനുഷ്യക്കടത്തും അറസ്റ്റുമെന്ന തെളിവുകൾ. കേരളത്തിലേത് വ്യാജ പ്രചരണം. അവിടെ രാഷ്ട്രീയ വർഗീയ മുതലെടുപ്പില്ല. റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ്. യുവ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. കോട്ടയം സ്വദേശിനിയുടെ പരാതിയിൽ കേസെടുത്തു. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലെന്ന് കൊച്ചി കമ്മീഷണർ. സംരക്ഷണം തേടി യുവതി ഹൈക്കോടതിയിലേക്ക്. സംസ്ഥാനത്ത് വേനൽ അവധിക്കാലം മാറ്റാൻ ആലോചന. ഏപ്രിൽ മെയ് അവധിക്കാലം ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിൽ ചർച്ച. നീക്കം മഴക്കാലത്ത് പഠന ദിവസങ്ങൾ നഷ്ടപ്പെടുന്നതിനാലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. വയനാട് ദുരന്ത ബാധിതരുടെ വീട് നിർമ്മാണത്തിൽ വൻ അഴിമതിയോ? 1000 ചതുരശ്ര വീടിന് 30 ലക്ഷം രൂപ. വീട് കണ്ടാൽ വില മതിക്കില്ലെന്ന ആക്ഷേപം. ഉപയോഗിച്ചത് നിലവാരമില്ലാത്ത ടൈലുകളെന്നും ആരോപണം. ഇന്ത്യ ഇംഗ്ലണ്ട് 5ാം ടെസ്റ്റ് ഇന്നു മുതൽ ഓവലിൽ. പന്തിന് പകരം ധ്രുവ് ജൂറൽ വിക്കറ്റ് കീപ്പറാകും. കുൽദീപും ആഷ്ദീപും കളിച്ചേക്കും. ഇംഗ്ലീഷ് നിരയിൽ 4 മാറ്റങ്ങൾ. ബെൻ സോക്സും ആർച്ചറും കളിക്കില്ല. മലേഗാവ് സ്ഫോടന കേസിൽ 7 പേരും കുറ്റവിമുക്തരെന്ന് കോടതി. സാധ്വി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ടു. മുംബൈയിലെ പ്രത്യേക NIA കോടതിയാണ് വിധി പറഞ്ഞത്. UAPAയും ആംസ് ആക്ടും നിലനിൽക്കില്ല. ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്നും കോടതിയുടെ നിർണായക കണ്ടെത്തൽ. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, 17 വർഷങ്ങൾക്ക് ശേഷം ഒടുവിൽ സത്യം പുറത്തു വന്നിരിക്കുന്നു. മറ്റ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ. മലേഗാവ് സ്ഫോടന കേസിൽ 7 പേരും കുറ്റവിമുക്തരെന്ന കോടതി വിധി പുറത്തു വന്നിരിക്കുന്നു. സാധ്വി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ടു. മുംബൈയിലെ പ്രത്യേക NIA കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത്. UAPAയും ആംസ് ആക്ടും നിലനിൽക്കില്ല. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഏറ്റവും പുതിയ റിപ്പോർട്ട്. ദേവിക, 2008 മലേഗാവ് സ്ഫോടന കേസിലെ പ്രതികളെ NIA കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. 17 വർഷത്തെ നിയമ പോരാട്ടമാണ് ഒടുവിൽ ധർമ്മ വിജയം കണ്ടത് എന്ന് പറയാം. ഇതിൽ ഏറ്റവും പ്രധാനം സന്യാസിനിയായ സ്വാതി പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെ ഇതിൽ പ്രതിയാക്കി എന്നുള്ളതാണ്. സ്വാതി പ്രജ്ഞാ സിംഗ് ഠാക്കൂറിൻ്റെ വാഹനമായിരുന്നു സ്ഫോടനം നടത്താൻ ഉപയോഗിച്ചിരുന്നത് എന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ അത് തെളിയിക്കാൻ കോടതിയിലായില്ല. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണലായിരുന്ന കേണൽ പ്രസാദ് പുരോഹിതിനെ ഇതിൽ പ്രതിയാക്കിയിരുന്നു. അദ്ദേഹം ജമ്മു കാശ്മീരിൽ നിന്നും RDX കൊണ്ടുവന്ന് മുംബൈയിൽ ബോംബ് തയ്യാറാക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ ആരോപണം. എന്നാൽ അത് തെളിയിക്കുവാനും പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ല. ഇതിൽ ഒരു ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നതോ ഗൂഢാലോചനയോ ഇതൊന്നും തന്നെ തെളിയിക്കുവാൻ വേണ്ടി പ്രോസിക്യൂഷന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. 17 വർഷം നീണ്ട നിയമ പോരാട്ടം, ആ 17 വർഷത്തിൽ വലിയ രീതിയിലുള്ള പോരാട്ടം
ദാരുണമാണ്, അല്ലെങ്കിൽ വലിയ രീതിയിൽ ഈ പ്രതികൾ ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ ജയിലറയ്ക്കുള്ളിൽ അകപ്പെട്ടു. മാത്രമല്ല, കാവി ഭീകരത എന്നുള്ളൊരു നരേഷൻ കൊടുക്കുവാൻ വേണ്ടി കോൺഗ്രസ് നടത്തിയ ശ്രമങ്ങളാണ് ഇവിടെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാവി ഭീകരത, ഇസ്ലാമിക ഭീകരത പോലെ തന്നെ രാജ്യത്ത് കാവി ഭീകരതയും ഉണ്ടെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി 2008 സെപ്റ്റംബർ 29 രാത്രി 9:33 ഈ മലേഗാവിൽ ഇത്തരമൊരു സ്ഫോടനം നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ സ്ഫോടനത്തിൻ്റെ അന്വേഷണം ശരിയായ ദിശയിലേക്കായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില സിമി അടക്കമുള്ള ചില തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പിൽപ്പെട്ട യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൃത്യമായി ചോദ്യം ചെയ്ത് അന്വേഷണം ശരിയായ ദിശയിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് മഹാരാഷ്ട്രയിൽ അന്ന് ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക ATF ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിനെ നിയമിക്കുകയും അങ്ങനെ അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തത്. അങ്ങനെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് വന്നതോടുകൂടി അന്വേഷണം മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ ഒരു ഹൈന്ദവ സന്യാസിനിയെ പ്രതി ചേർക്കപ്പെടുന്നു. ഭാരതത്തിൻ്റെ സൈനിക വിഭാഗവുമായി ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ സൈന്യത്തിൽ ലഫ്റ്റനന്റ് കേണലായി പ്രവർത്തിക്കുന്ന ആളിനെ പ്രതിയാക്കുന്നു. അതേപോലെ തന്നെ ഒരു ഹിന്ദു സംഘടനയെ ഇതുമായി ബന്ധപ്പെട്ട കേസിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. ഇങ്ങനെ കാവി ഭീകരത എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ കൂടി നടന്നു. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ തെളിവുകളും ദേശീയ അന്വേഷണ ഏജൻസിക്കോ സാധിച്ചിട്ടില്ല. അന്വേഷണത്തിൽ നിരവധി പോരായ്മയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ NIA കോടതിയടക്കം ചൂണ്ടിക്കാണിച്ചത്. ഇത്തരം തെളിവുകളുടെ ഒരു വലിയ അഭാവത്തിലാണ് ഈ കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് ഇന്നിപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പ്രത്യേക കോടതി, മുംബൈ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ദേവിക. ശരി. NIA കോടതി വിധി ഹിന്ദുത്വത്തിനെയും ഭഗവാന്റെയും വിജയമെന്ന് സാധ്വി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ. സന്യാസി ആയതുകൊണ്ട് മാത്രമാണ് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയതെങ്കിലും താൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് കുറ്റക്കാരെ ദൈവം ശിക്ഷിക്കും. അന്വേഷണത്തിന്റെ പേരിൽ തന്റെ ജീവിതമാണ് നശിപ്പിച്ചതെന്നും അവർ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ പെൺകുട്ടികളിൽ ഒരാളുടെ നിർണായക വെളിപ്പെടുത്തൽ ജനം ടിവിക്ക്. പെൺകുട്ടിയെ ആഗ്രയിലേക്ക് പോകാൻ വിളിച്ചത് സിസ്റ്റർ പ്രീതി മേരി. ടിക്കറ്റ് എടുത്തത് സിസ്റ്റർ വന്ദന. നാരായൺപൂരിൽ വച്ച് തിരികെ വീട്ടിലേക്ക് പോകണമെന്ന് ദല്ലാളിനോട് പെൺകുട്ടി ആവശ്യപ്പെട്ടു. സംഘത്തിൽ കൂടുതൽ പേർ ഉണ്ടായിരുന്നതായും പെൺകുട്ടിയുടെ മൊഴിയുണ്ട്. വിഷയത്തിൽ തന്ത്രപരമായ മൗനം പാലിച്ച് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്. കേരളത്തിൽ നിന്നുള്ള UDF MPമാർ വന്നപ്പോൾ മാത്രമാണ് ഭൂപേഷ് ഭാഗൽ ഇവരെ കാണാൻ ജയിലിലെത്തിയത്. സംസ്ഥാനത്ത് കോൺഗ്രസ് ഭരിക്കുമ്പോഴും മനുഷ്യക്കടത്തും അറസ്റ്റും നടന്നതായി തെളിവുണ്ട്. हमको बोले कि आगरा में खाना मतलब कि सिस्टर मन के लिए खाना बनाना है, तो आप लोग मतलब कि ऐसे ऐसे करना करके बताए हमको. कौन बताए? मतलब पहले के जो दीदी मन गए थे उन्होंने रिटर्न वापस आए, वो दीदी मन हमको बताए. तो हम लोग फिर ठीक है एक बार जाके देखेंगे करके बोले. तो फिर बाद में फिर बोले कि मतलब मेरे को बोले कि कुकड़े जुड़ के 2 लड़की मन का हो गया है करके. तो ठीक है करके दान जगाने के लिए गढ़बंगल गई थी. उसके बाद वहाँ से फिर फ़ोन किए कि आपके नाम से मतलब कि मेरे नाम ने और एक दीदी का नाम सुखमती है, उनके नाम से टिकट बुकिंग हुआ है, आप आओगे क्या करके. तो मैं बोली मेरे हाथ में पैसा नहीं है करके. तो फिर ना बोले कि हम लोग पैसा दे देंगे करके बोले. तो ठीक है करके हम लोग आ रहे थे. पैसा दिए? कितना पैसा दिया आपको आने जाने के लिए? मतलब बुकिंग किए हैं, हमको नहीं दिए. अच्छा, आने के बाद भी ऐसा लग रहा था कि मैं नहीं जाऊंगी, अगर मैं वापस अपने नारायणपुर जाऊंगी, ऐसा लग रहा था? जी मैं. तो आप क्यों नहीं बोले जाऊंगी करके? तो मैं भैया कब से निकले हो घर से रात को 9 बजे से निकले मैं. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഛത്തീസ്ഗഡിൽ നിന്ന്. ശ്രീകാന്ത്, ഇപ്പോൾ പെൺകുട്ടിയുടെ തുറന്നു പറച്ചിലിൽ അവർ പറയുന്നത് നാരായൺപൂരിൽ വെച്ച് തിരികെ വീട്ടിലേക്ക് പോകണമെന്ന് ദല്ലാളിനോട് ആവശ്യപ്പെട്ടു, പക്ഷേ സമ്മതിച്ചിരുന്നില്ല എന്ന് തന്നെയാണ്. കൂടുതൽ നിർണായകമായ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട്? ദേവിക, ഛത്തീസ്ഗഡിൽ നിന്നും നമ്മൾ കേട്ടതൊന്നുമല്ല യാഥാർത്ഥ്യം, കേരളത്തിൽ കേട്ടതൊന്നുമല്ല യാഥാർത്ഥ്യം എന്ന് തെളിയിക്കുന്നതാണ് ഈ പെൺകുട്ടിയുടെ തുറന്നു പറച്ചിൽ. ഇന്ന് രാവിലെ കൂടി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനോട് മാധ്യമങ്ങൾ ചോദിച്ചത് എന്താണ് ഇതിനൊരു തെളിവ് എന്നുള്ളതാണ്. ഇത് മതപരിവർത്തനമാണോ അല്ലെങ്കിൽ മനുഷ്യക്കടത്താണോ എന്നുള്ളതിന് തെളിവ് എന്താണ് എന്ന് ചോദിച്ച ചോദ്യമുണ്ടായിരുന്നു. അതിനുള്ള മറുപടി കൂടിയാണ് ആ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ മൊഴി. ഈ പെൺകുട്ടിയെ അടക്കമാണ് ഈ ആഗ്രയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. അവൾ പറയുന്നത് ഇങ്ങനെയാണ്:
തങ്ങളെ വിളിച്ചത് ദീദി എന്ന് പറയുന്നത് അത് പ്രീതി മേരിയെക്കുറിച്ചാണ്. സിസ്റ്റർ പ്രീതി മേരിക്കൊപ്പം പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ദല്ലാൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയത്. ഭയ്യ എന്നാണ് അയാളെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. അയാൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. നാരായൺപൂരിലെത്തിയപ്പോൾ ഇത് വളരെ ദൂരേക്കാണ് എന്ന് മനസ്സിലായി താൻ തിരികെ പോകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ടിക്കറ്റ് അടക്കം ബുക്ക് ചെയ്തതിനാൽ തിരികെ പോകാൻ കഴിയില്ല എന്ന് അയാൾ പറയുകയും ചെയ്തു എന്ന് പറയുന്നു. തൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞപ്പോൾ പണം വേണ്ട, നിങ്ങൾ പോന്നോളൂ, ടിക്കറ്റൊക്കെ വന്ദന സിസ്റ്റർ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിച്ചത്. ഇതിൽ മനുഷ്യക്കടത്താണെന്ന് ഉറപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരാൾ ഇൻഡോറിൽ നിന്നും ഒരു സിസ്റ്റർ വരുന്നത് ആഗ്രയിൽ നിന്നുമാണ്. ഈ രണ്ടിടങ്ങളിൽ നിന്നും ദുർഗിലെത്തി അവിടെ നിന്നും ഇവരെ കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമായി ഉണ്ടായിരുന്നതും. അതിനാൽ കൂടിയാണ് ഈ പെൺകുട്ടിയുടെ തുറന്നു പറച്ചിൽ ഗൗരവം അർഹിക്കുന്നത്. ഇതിലും ഞെട്ടിക്കുന്ന കാര്യം ദേവിക, 20 മുതൽ 30 വരെ പെൺകുട്ടികളെ ഇവരുടെ മേഖലയിൽ നിന്നും കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഇവരെ ആരാണ് കൊണ്ടുപോയത്, എവിടേക്കാണ് കൊണ്ടുപോയത്, എന്തിനാണ് കൊണ്ടുപോയത് തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്. ഇതിൽ എന്തായാലും കൊണ്ടുപോകുന്നത് മതപരിവർത്തനത്തിനാണ് എന്നുള്ള കാര്യത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. മനുഷ്യക്കടത്താണ് എന്ന കാര്യത്തിൽ പോലീസിന് ബോധ്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഈ പെൺകുട്ടിയുടെ മൊഴി നിർണായകമായിരുന്നു ഇവരുടെ അറസ്റ്റിൽ എന്നുകൂടി മനസ്സിലാക്കണം. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും കേരളത്തിലെ മതമേലധ്യക്ഷന്മാരും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്കെതിരായി അതിശക്തമായ മൊഴി ഇവിടെയുണ്ട്. ആ പെൺകുട്ടി തന്നെ ഒരു ആദിവാസി പെൺകുട്ടിയാണ്, ബസ്തർ മേഖലയിൽ നിന്നും വരുന്ന. അവളുടെ മൊഴി ഇവിടുത്തെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്, ഇവിടുത്തെ പോലീസിനെ സംബന്ധിച്ച്, ഇവിടുത്തെ നിയമവ്യവസ്ഥയെ സംബന്ധിച്ച് ശക്തമായ മൊഴി തന്നെയാണ്. അതിനാൽ ഈ പുറത്തെ സമ്മർദ്ദതന്ത്രവും ഭീഷണിയും ഒന്നും ഇവിടുത്തെ നിയമത്തിന് മുന്നിൽ വിലപ്പോകില്ല എന്നുള്ളതാണ് വസ്തുത. ശ്രീകാന്ത്, മറ്റൊരു കാര്യം കൂടി, കോൺഗ്രസിന്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ സംഭവത്തിൽ തന്ത്രപരമായ മൗനം പാലിക്കുകയാണ് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കൾ. മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ഭാഗൽ ഉൾപ്പെടെയുള്ള നേതാക്കളും മാധ്യമങ്ങളോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. കേരളത്തിൽ നിന്നുള്ള UDF എംപിമാർ വന്നപ്പോൾ മാത്രമാണ് ഭൂപേഷ് ഭാഗൽ ഇവരെ കാണാൻ ജയിലിൽ എത്തിയത് പോലും. ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചരണ വിഷയമായിരുന്നു നിർബന്ധിത മതപരിവർത്തനം. ദേവിക, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഛത്തീസ്ഗഡിൽ ഇതൊരു വിഷയമേ അല്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും നിർബന്ധിത മതപരിവർത്തനം നിയമം മൂലം നിരോധിച്ചതാണ്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത് MHA, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, അത് NIAക്ക് കൊടുത്തിരിക്കുന്ന മാൻഡേറ്റ്, ഇത് കൃത്യമായി അന്വേഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ രണ്ടും വന്നിട്ടുണ്ട്. മാത്രമല്ല സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഡയറക്ഷനുണ്ട്. 143 ഷെഡ്യൂൾഡ് ഒഫൻസ് വന്നാൽ NIA കോടതികൾ തന്നെ അത് കേൾക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ കോൺഗ്രസിന് നല്ല ബോധ്യമുണ്ട്, തങ്ങളുടെ ഭരണകാലത്തും തങ്ങൾ കേസെടുത്തിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അതുകൊണ്ട് ഇതിൽ ഇടപെട്ട് കൈ പൊള്ളേണ്ടതില്ല എന്നവർ കരുതുന്നു. ഒരു പ്രാദേശിക നേതാവ് പോലും അവിടെ വന്നിട്ടില്ല. കേരളത്തിലെ UDF എംപിമാർ വന്നപ്പോൾ ഭൂപേഷ് ഭാഗൽ അവിടെ എത്തി ജയിലിൽ കയറാനുള്ള അനുവാദം വാങ്ങി നൽകി മുങ്ങി എന്നതൊഴിച്ചാൽ ഒരൊറ്റ കോൺഗ്രസ് നേതാക്കൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി ഒരു കാര്യം കൂടി അങ്ങ് പറഞ്ഞേക്കാം. കാരണം 2021 കോൺഗ്രസ് ഭരിക്കുമ്പോൾ ജഷ്പൂർ ജില്ലയിൽ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമപ്രകാരം അവരും കേസെടുത്തിട്ടുണ്ട്. ഈ ഒരു വൈദികനും അതോടൊപ്പം 3 പാസ്റ്റർമാർക്കുമെതിരെയാണ് കേസെടുത്തത്. അവരുടെ പേര് ഇപ്രകാരമാണ്. ഇനി അതുകൂടി പറയാം, ഇല്ലെങ്കിൽ ഇതും വ്യാജമാണ് എന്നൊരു പക്ഷേ പറഞ്ഞു കളയും. വൈദികനായിരുന്ന അരുൺ കുജൂർ, പാസ്റ്റർമാരായ ബസന്ത് ലക്ര, സാൽമൺ ഡിഗ, ഡിനോ കുജൂർ എന്നിവരാണ് അന്ന് അറസ്റ്റിലായത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 4 പേരെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു കുറ്റം. ഈ ഭൂപേഷ് പകൽ ഇന്നലെ ജയിലിൽ UDF സംഘത്തിന് കയറാൻ അനുമതി വാങ്ങിക്കൊടുത്ത അതേ ഭൂപേഷ് പകൽ ഭരിക്കുമ്പോഴാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളത് കൂടി ഓർക്കണം. അതായത് ഛത്തീസ്ഗഡിൽ ഇതൊരു സെൻസിറ്റീവ് വിഷയമാണ്. ഇവിടെ നിയമം കർശനമാണ്, മതപരിവർത്തന നിരോധന നിയമം കർശനമാണ്. ഈ മനുഷ്യക്കടത്തെന്ന് പറയുന്നത് ഇന്ത്യയെമ്പാടും ഇൻ്റർസ്റ്റേറ്റ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. അതറിയാവുന്നതിനാൽ ഇവിടുത്തെ കോൺഗ്രസ് ഇതുവരെയും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടുത്തെ സഭ പോലും ഒരു 10 പേരെ ഇറക്കി ഒരു പ്രകടനം നടത്താൻ പോലും തുനിഞ്ഞിട്ടില്ല എന്നറിയുമ്പോൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലേത് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യമിട്ടുള്ള നീക്കം തന്നെയാണ് എന്നുള്ളതാണ്. ശരി. കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യാനികളെ ഒറ്റപ്പെടുത്താനാണ് ശ്രമം നടത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും തമ്മിലടുപ്പിക്കാനാണ് ശ്രമം. BJPയുടെ വളർച്ച ലക്ഷ്യമിട്ട് വർഷങ്ങൾക്ക് മുൻപേ രാഷ്ട്രീയ പ്രതിയോഗികൾ നടത്തുന്ന ശ്രമമാണ് ഇപ്പോഴും തുടരുന്നത്. മണിപ്പൂരിൽ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി, അതുപോലെ ഛത്തീസ്ഗഡിലെ കാര്യങ്ങളും ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് ജോർജ് കുര്യൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഈ കോൺഗ്രസ്സുകാർ ഡൽഹിയിൽ സമരം ചെയ്യുമ്പോൾ ഛത്തീസ്ഗഡിലെ MPമാരെ ഒന്നും കാണുന്നില്ല കൂട്ടത്തിൽ. അത് നിങ്ങൾ ചോദിക്കണ്ടേ? ഒരു MP ഇല്ല.
ഛത്തീസ്ഗഡിൽ നിന്ന് ഒരു MP ഉണ്ട്, അവരില്ല. രാജ്യസഭയിൽ നിന്നുള്ള MP മാരില്ല. ഇന്നലെ ലോക്സഭയിൽ ബഹളം വെച്ചപ്പോൾ ആ ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരു MP പ്രതികരിച്ചില്ല. നടപടിക്രമം പൂർത്തിയാക്കാതെ ജാമ്യം കൊടുത്താൽ അപേക്ഷ കൊടുത്താൽ തള്ളിക്കളയും, അറിയത്തില്ലേ? അങ്ങനെ പറ്റിയതാണ്. അല്ല, അത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ തീരുമാനിക്കട്ടെ, മതപരിവർത്തനം വേണമോ എന്നുള്ളത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ തീരുമാനിക്കട്ടെ. റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസിലെ പരാതിക്കാരിയുടെ അഭിഭാഷകൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. പരാതിക്കാരി പരാതി ഉന്നയിച്ചത് മുതൽ വളരെ സങ്കീർണമായ മാനസികാവസ്ഥയിൽ കൂടിയാണ് കടന്നു കൊണ്ടുവന്നത്. കാരണം 2 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ത്രെറ്റനിങ് കോൾസും, അതുപോലെ തന്നെ അവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയും, അതുപോലെ തന്നെ അവരുടെ പ്രൈവസിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ റിവീൽ ചെയ്യുന്ന വിധത്തിലാണ് മാധ്യമങ്ങളിലും വാർത്തകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്ത് കണ്ടത്. സോ അവർ വളരെ ഒരു ശക്തമായ മാനസിക സംഘർഷത്തിലാണ്. മാത്രമല്ല അവരുടെ വീട്ടിലേക്ക് പലരും അതിക്രമിച്ച് കയറുകയുണ്ടായി. സോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡറും കൂടെ മൂവ് ചെയ്യാൻ വേണ്ടി, പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി തന്നെ കോടതിയെ സമീപിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. അപ്പം എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ള ഇതാണ്, അവരുടെ പ്രൈവസിയെ നമ്മൾ മാനിക്കേണ്ടതുണ്ട്. അവർ ഒരു അതിജീവിതയാണ്. അവർ കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയി മാനസിക സംഘർഷങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് അറ്റൻഡ് ചെയ്ത് അവർ റിക്കവർ ചെയ്യുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ ആ സമയത്ത് അവരുടെ പ്രൈവസിയെ ബാധിക്കുന്ന വിധത്തിൽ നമ്മൾ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഒഴിവാക്കണം. പരാതി പറയുന്ന മുഴുവൻ വിഷയങ്ങളും അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്ത് അവരുടെ പ്രൈവസി റിവീൽ ചെയ്യുന്ന തരത്തിലാണ് ഇന്ന് പല മാധ്യമങ്ങളിലും വാർത്തകൾ വന്നത്. സോ അത് നിങ്ങൾ ദയവ് ചെയ്ത് ഒഴിവാക്കേണ്ടതുണ്ട്. പരാതിക്കാരിക്ക് ഈ പരാതി മൂവ് ചെയ്തതിന് ശേഷമാണ് ഭീഷണികൾ ഉണ്ടായിട്ടുള്ളത്. സോ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ അവർ ആ ഒരു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരെയോ അല്ലെ അദ്ദേഹം പറയുന്ന ആദർശങ്ങൾക്കെതിരെയോ അദ്ദേഹത്തിൻ്റെ പാട്ടിനെതിരെയോ ഒന്നും അല്ല പരാതി ഉന്നയിച്ചിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറിച്ച് അവർ ഉന്നയിച്ചിരിക്കുന്ന പരാതി അവർക്ക് വ്യക്തിപരമായി അവരുടെ ജീവിതത്തിൽ നേരിട്ട ഒരു പ്രതിസന്ധിയെക്കുറിച്ച് തുറന്ന് സമൂഹത്തെ മുമ്പാകെ ഒരു പരാതി കൊടുക്കുവാൻ തയ്യാറാകുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ നമ്മൾ അവരുടെ പ്രൈവസിയെ മാനിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇൻഡിവിജ്വലി അവരുടെ വീട്ടിലേക്ക് ഇന്ന് പലരും അതിക്രമിച്ച് ചെന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ പലരും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് നല്ല രീതിയിലുള്ള ത്രെട്ട് ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നുണ്ട്. പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്താലേ നമുക്ക് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ആ ഒരു ഡിലേ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അവരുടെ പരാതിയിൽ വ്യക്തമായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അവർ ഈ മാനസിക സംഘർഷത്തിന് അടിമപ്പെട്ടതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ അതിനുള്ള എവിഡൻസ് എല്ലാം പ്രോപ്പറായിട്ട് പോലീസിന് കൈമാറിയിട്ടുണ്ടെന്ന് തന്നെയാണ് പറയാനുള്ളത്. ശരി. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്കായി കണ്ണീർ വാർക്കുന്ന CPM കോൺഗ്രസ് നേതാക്കളുടെ ഇരട്ടത്താപ്പ് പുറത്ത്. 2022 തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മനുഷ്യക്കടത്ത് ആരോപിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് പിണറായി സർക്കാരാണ്. അന്ന് ഗുരുതര വകുപ്പുകൾ ചുമത്തി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിട്ടും പ്രതികരിക്കാൻ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് നേതൃത്വം തയ്യാറായിരുന്നില്ല. 2022 കേരളത്തിൽ 2 കന്യാസ്ത്രീമാർ അറസ്റ്റിലായത്. കുറ്റം മനുഷ്യക്കടത്ത്. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയതാണ് കന്യാസ്ത്രീമാർ. ജാർഖണ്ഡിൽ നിന്ന് ഒപ്പമെത്തിയ 3 കുട്ടികളെ കടത്തിക്കൊണ്ടുവന്നു എന്നാരോപിച്ചായിരുന്നു അറസ്റ്റ്. ജാമ്യം ലഭിക്കാത്ത ഗുരുതരമായ വകുപ്പുകളായിരുന്നു അന്ന് കന്യാസ്ത്രീകൾക്കെതിരെ പിണറായി സർക്കാർ ചുമത്തിയത്. എന്നാൽ യാതൊരുവിധ പ്രതിഷേധങ്ങളും ഉണ്ടായില്ലെന്നു മാത്രമല്ല, മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും വിഷയം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തതുമില്ല. ഇക്കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ നടന്നതിന് സമാനമായ രീതിയിൽ തന്നെയാണ് 2022 കേരളത്തിലും ഉണ്ടായത്. എന്നാൽ രണ്ടിലും സ്വീകരിച്ച സമീപനങ്ങൾ രണ്ടാണ്. BJP സർക്കാരിനെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും വിമർശിച്ച് സംയുക്ത സഭകൾ രാജ്ഭവനിലേക്ക് ഇന്നലെ മാർച്ച് നടത്തി. എന്നാൽ കേരളത്തിൽ കന്യാസ്ത്രീമാർ അറസ്റ്റിലായപ്പോൾ സെക്രട്ടേറിയറ്റിനു മുന്നിൽ മാർച്ച് നടത്തുവാൻ പോയിട്ട് ഒരു വരികൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്താൻ പോലും സഭകൾ തയ്യാറായില്ല. ഇന്ന് കന്യാസ്ത്രീമാരുടെ മോചനത്തിനായി ഛത്തീസ്ഗഡിൽ പോയ UDF MPമാർ ഈ വിഷയം അറിഞ്ഞതേയില്ല. അവിടെയാണ് UDFന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നത്. കേരളത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് പോലെയുള്ള നക്സൽ മേഖലാ പ്രദേശങ്ങൾ. നിർബന്ധിത മതപരിവർത്തനം നിയമം കൊണ്ട് നിരോധിച്ച ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് ഉയർത്തിക്കാട്ടുമ്പോൾ കേരളത്തിൽ കന്യാസ്ത്രീമാർ നേരിട്ട കൊടിയ പീഡനം കണ്ടില്ലെന്ന് നടിക്കുന്നതിന് പിന്നിൽ ഒന്നുമാത്രമാണ് കാരണം: വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. ജനം, തിരുവനന്തപുരം.
ഛത്തീസ്ഗഡ് സംഭവത്തിൽ കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പുവരുത്തണമെന്ന് വിശ്വഹിന്ദു പരിഷത്ത് കേരള ഘടകം. മനുഷ്യക്കടത്ത് നടന്നതായി പ്രാഥമികമായി ബോധ്യമായതിനാലാണ് കേസെടുത്തതെന്ന് വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഛത്തീസ്ഗഡ് വിഷയത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും നടത്തുന്നത് വെറും നാടകവും അവസരവാദ രാഷ്ട്രീയവുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഈ വിഷയത്തിൽ ഒരു പരിഹാരത്തിനായി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരേ ഒരു പാർട്ടി BJP ആണ്. ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും അതീവ ഗൗരവമുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് അവ നിരോധിക്കുന്ന കർശനമായ നിയമങ്ങൾ അവിടെയുള്ളത്. നാം എല്ലാവരും ഇത് തിരിച്ചറിയുകയും ഈ വിഷയത്തിൽ സംയമനം പാലിക്കുകയും ഇതിനെ ചൊല്ലി വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുകയും വേണമെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രസ്താവനയിൽ അറിയിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ നിലവിലുള്ള ഏപ്രിൽ മെയ് മാസത്തെ വേനൽക്കാല അവധി മാറ്റുന്നത് ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പ്. മഴക്കാലത്തെ അധ്യയന ദിനങ്ങൾ കൂടുതൽ നഷ്ടപ്പെടുന്നതിനാലാണ് ഈ നീക്കം. വിവിധ സംഘടനകൾ, പ്രതിനിധികൾ എന്നിവരുമായി ഇക്കാര്യത്തിൽ ചർച്ചയാകാമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നുണ്ട്. എസ് ശാലിനി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശാലിനി, ഇന്ന് വി ശിവൻകുട്ടിയുടെ ഈ ഒരു പ്രസ്താവന വന്നതോടുകൂടി കൂടുതൽ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ? ദേവിക, നിലവിൽ ഈ അധ്യയന വർഷവും മാർച്ചിൽ പരീക്ഷയും ഒപ്പം തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേനലവധിയുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷെ അതിലൊരു മാറ്റം വരുത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്. നിലവിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ ശക്തമായ മഴ, അതിതീവ്രമായ മഴ പല ജില്ലകൾക്കും പല സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നു. പല പാഠഭാഗങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, ഒപ്പം തന്നെ അധ്യയന വർഷത്തിൽ പല ദിവസങ്ങളിലും അവധി നൽകേണ്ട സാഹചര്യം, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ മഴക്കാലമല്ലാത്ത സമയം വേനലവധിയായിട്ടുള്ള ഏപ്രിൽ മെയ് മാസങ്ങളിൽ ക്ലാസുകൾ എടുത്തുകൊണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ അവധി നൽകാനൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത്. ഔദ്യോഗികമായ തീരുമാനമായിട്ടില്ല. ഒരു ചർച്ചയിലൂടെ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ ഘട്ടത്തിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മാധ്യമങ്ങളോട് ഇതിന്റെ സൂചനകൾ നൽകുകയും ചെയ്തത്. പ്രാഥമികമായി വിദ്യാഭ്യാസ വകുപ്പ് ഇതിന്റെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രതിനിധികളൊപ്പം തന്നെ രക്ഷകർത്താക്കൾ, അധ്യാപകർ, വിവിധ വകുപ്പുകൾ അടക്കമുള്ളവരുടെ ഏകോപനത്തോടു കൂടി മാത്രമേ ഇത് നടത്താൻ കഴിയുകയുള്ളൂ. സ്വാഭാവികമായും ഇവരുമായൊക്കെ ചർച്ചകൾ നടത്തുകയാണ്. ചർച്ച അന്തിമമായതിനു ശേഷം സർക്കാർ തലത്തിലുള്ള ചർച്ചകൾ കൂടി പൂർത്തിയാക്കി ഔദ്യോഗിക തീരുമാനത്തിൽ എത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്. എന്തായാലും വ്യക്തിപരമായി തനിക്ക് ജൂൺ ജൂലൈ മാസങ്ങളിൽ അവധി നൽകുന്നതിനോടാണ് താല്പര്യം എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രിയും ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. അത് വിവിധ ജില്ലകളിൽ ഈ അവധി അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയും വിദ്യാർത്ഥികളെ അത് പഠനത്തെ കാര്യമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു ആലോചനയിലേക്ക് കടന്നിട്ടുള്ളത്. എന്നാൽ പ്രാഥമിക ചർച്ചകൾ ഈ ഘട്ടത്തിൽ തുടരുകയാണ്. അന്തിമ തീരുമാനം സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടുമില്ല. ദേവിക. ശരി ശാലിനി. കേരള സർവകലാശാല വിഷയത്തിൽ KS അനിൽകുമാറിന് തിരിച്ചടി. തന്നെ സസ്പെൻഡ് ചെയ്ത VC നടപടി താൽക്കാലികമായി സ്റ്റേ ചെയ്യണമെന്ന അനിൽകുമാറിന്റെ ആവശ്യം ഹൈക്കോടതി നിരാകരിച്ചു. ഡോക്ടർ KS അനിൽകുമാറിന്റെ ഹർജിയിൽ VCക്കും സർവകലാശാലയ്ക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. രേഷ്മ ബാബു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, ഈ റിപ്പോർട്ടിന്റെ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, തനിക്കെതിരെ VC മോഹൻ കുന്നുമ്മേലെ പ്രതികാര നടപടി സ്വീകരിക്കുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഡോക്ടർ KS അനിൽകുമാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജി ഇന്ന് ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ച് പരിഗണിച്ചിരുന്നു. ആ സമയത്ത് ചില ആവശ്യങ്ങൾ ഹർജിക്കാരന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചിരുന്നു. അതായത്, നിലവിൽ ഈ രജിസ്ട്രാർ എന്ന നിലയ്ക്ക് തനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. തന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്നും വലിയ രീതിയിലുള്ള തടസ്സം VC സൃഷ്ടിക്കുന്നുണ്ട്. അതുമാത്രമല്ല, തന്റെ സസ്പെൻഷൻ നടപടി നേരത്തെ സിൻഡിക്കേറ്റ് റദ്ദാക്കിയതാണ്. പക്ഷേ ആ സിൻഡിക്കേറ്റ് തീരുമാനം സർവകലാശാല VC അംഗീകരിക്കുന്നില്ല. കൂടാതെ ഈ സസ്പെൻഷന്റെ നടപടി അത് തുടർന്നുകൊണ്ടുള്ള ഒരു നിലപാടിലേക്കാണ് VC എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ജോയിന്റ് രജിസ്ട്രാർ ആയിട്ടുള്ള മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല അല്ലെങ്കിൽ രജിസ്ട്രാർ ഇൻചാർജ് എന്നുള്ള ചുമതല കൂടി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ VCയുടെ ഈ നടപടി റദ്ദാക്കണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. താൽക്കാലികമായിട്ട് ഈ ഒരു നടപടിക്ക് VCയുടെ നടപടിക്ക് സ്റ്റേ വേണമെന്നുള്ള ആവശ്യം രജിസ്ട്രാർ ആയിട്ടുള്ള KS അനിൽകുമാറിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. പക്ഷെ അത് ഹൈക്കോടതി അംഗീകരിച്ചില്ല. അത് തള്ളിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞത് ഈ വിഷയമൊക്കെ തന്നെ തിങ്കളാഴ്ച പരിഗണിക്കാം. പകരം ഈ ഹർജിയിൽ VCക്കും അതോടൊപ്പം തന്നെ കേരള സർവകലാശാലയ്ക്കും നോട്ടീസ് അയക്കുകയാണ്. ഇരുവരും മറുപടി നൽകണം. അതിനുശേഷം ഈ സ്റ്റേ വേണമെന്നുള്ള ആവശ്യത്തിന്മേൽ വിശദമായിട്ട് വാദം കേൾക്കാമെന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പ്രാഥമികമായിട്ട് താൽക്കാലികമായിട്ടെങ്കിലും സ്റ്റേ
അനുവദിക്കണമെന്ന VC-യുടെ നടപടിക്ക് സ്റ്റേ അനുവദിക്കണമെന്ന രജിസ്ട്രാറായിരുന്ന KS അനിൽകുമാറിന്റെ ആവശ്യമാണ് ഹൈക്കോടതി നിരാകരിച്ചിട്ടുള്ളത്. നേരത്തെ ജോയിന്റ് രജിസ്ട്രാറായ മിനി കാപ്പന് ചുമതല നൽകിയതിനു ശേഷം വീണ്ടും സർവകലാശാലയിൽ വരികയും ഫയലുകൾ നോക്കാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് രജിസ്ട്രാർ കടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം VC കടുത്ത നിലപാടിലേക്ക് പോയി. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അനുകൂല ഉത്തരവ് നേടാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് അനിൽകുമാർ കടന്നത്. എന്തായാലും ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കാനായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇന്ന് ഹർജി പരിഗണിച്ച സമയത്ത് വാക്കാലുള്ള ചില പരാമർശങ്ങൾ കൂടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ വാർത്തകളിലൊക്കെ കാണുമ്പോൾ എലിയും പൂച്ചയും കളിയാണ് സർവകലാശാലയിൽ നടക്കുന്നതെന്നുള്ള പരാമർശമായിരുന്നു ജസ്റ്റിസ് TR രവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതോടൊപ്പം തന്നെ VC സ്വന്തം നിലയ്ക്ക് ഒരു VC രജിസ്ട്രാർ ഇൻചാർജിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വാക്കാൽ പരാമർശവും സിംഗിൾ ബെഞ്ച് നടത്തിയിട്ടുണ്ട്. എന്തായാലും തനിക്കെതിരെ VC എടുത്തിട്ടുള്ള നടപടി, അതായത് ജോയിന്റ് രജിസ്ട്രാർ ആയിട്ടുള്ള മിനി കാപ്പന് രജിസ്ട്രാർ ഇൻചാർജ് ചുമതല നൽകിയ നടപടി സ്റ്റേ ചെയ്യണമെന്നുള്ള KS അനിൽകുമാറിന്റെ ആവശ്യമാണ് ഹൈക്കോടതി നിരസിച്ചിട്ടുള്ളത്. ഇതുമന്നെ ഒരു വിശദമായിട്ടുള്ള വാദം തിങ്കളാഴ്ച കേൾക്കാമെന്നുള്ള നിലപാട് ഹൈക്കോടതി സ്വീകരിക്കുകയും ഒപ്പം തന്നെ VC-ക്കും സർവകലാശാലയ്ക്കും മറുപടി ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയക്കുകയുമായിരുന്നു. ദേവിക. ശരി രേഷ്മ. റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ്. കോട്ടയം സ്വദേശിനിയായ ഡോക്ടറുടെ പരാതിയിലാണ് കേസ്. വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തതായാണ് പരാതി. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. വിവാഹ വാഗ്ദാനം നൽകി തുടർച്ചയായി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ എറണാകുളം തൃക്കാക്കര പോലീസാണ് കേസെടുത്തത്. വേടന്റെ ആരാധികയായിരുന്ന യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി തുടർച്ചയായി പീഡിപ്പിക്കുകയായിരുന്നു. വേടനെ പരിചയപ്പെട്ട 2023 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെയാണ് നിരന്തരമായ ലൈംഗിക പീഡനം നടന്നത്. ബലാത്സംഗം, തുടർച്ചയായ ബലാത്സംഗ കുറ്റങ്ങളിൽ IPC 276, 276 2N വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. 2021 ഓഗസ്റ്റിൽ കോഴിക്കോട് കോവൂരിലെ ഫ്ളാറ്റിൽ വെച്ചാണ് ആദ്യം ബലാത്സംഗം ചെയ്തത്. പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ പലവട്ടം പലയിടത്ത് വെച്ച് പീഡിപ്പിച്ചു. പാട്ടുകൾ കേട്ടും ഇന്റർവ്യൂ കണ്ടുമാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളിയുടെ ആരാധികയാകുന്നതെന്നും പിന്നീട് ഫോണിൽ സംസാരിക്കാറുണ്ടെന്നും മൊഴിയിലുണ്ട്. FB പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് തന്റെ കോഴിക്കോട്ടെ ഫ്ളാറ്റിലെത്തിയാണ് ആദ്യം ബലാത്സംഗം ചെയ്തത്. പുതിയ പാട്ടിറക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞടക്കം 39,000 രൂപ യുവ ഡോക്ടറിൽ നിന്ന് വാങ്ങിയെടുക്കുകയും ചെയ്തു. എറണാകുളത്തെ ഫ്ളാറ്റിൽ വെച്ചും പീഡിപ്പിച്ചു. 2023 ജൂലൈ 15 തന്നെ കാണാനെത്തിയ വേടൻ മറ്റ് പെൺകുട്ടികളുമായി അടുക്കാൻ താൻ അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞ് അസഭ്യം പറഞ്ഞുവെന്നും പരാതിയിലുണ്ട്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. സാമ്പത്തിക ഇടപാടുകളും പരാതിയിലുണ്ട്. സാക്ഷികളുണ്ടെന്നാണ് യുവതിയുടെ മൊഴി. സാക്ഷികളിൽ നിന്നും വിവരം ശേഖരിക്കും. ഒരാൾ മാത്രമാണ് നിലവിൽ പരാതി നൽകിയിട്ടുള്ളതെന്നും കമ്മീഷണർ അറിയിച്ചു. നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 376 IPC പ്രകാരമുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തത്. അതിനകത്ത് അന്വേഷണം പ്രാഥമിക സ്ഥിതിയിലാണ്. സോ ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള നിയമ നടപടികൾ നമ്മൾ എടുത്തിട്ട് ബാക്കി അനന്ത നടപടികൾ ചെയ്യും. അതിനകത്ത് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്ന കാര്യങ്ങൾ കൂടെ കംപ്ലൈൻറ്റിലുണ്ട്. ആ കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കി വരും. ഈ കാര്യങ്ങൾ കുറച്ച് പേർക്ക് അറിയുമെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ പരിശോധിക്കും. അവരായിട്ട് സംസാരിക്കും, സാക്ഷികളെ കണ്ട് ചോദിച്ചിട്ട് ആവശ്യമുള്ള നടപടി എടുക്കും. ഇതിനിടെ വേടനെതിരായ ബലാത്സംഗ കേസിൽ അതിജീവിത സംരക്ഷണം തേടി ഉടൻ ഹൈക്കോടതിയെ സമീപിക്കും. മാധ്യമങ്ങൾ സ്വകാര്യത മാനിക്കണം. വിവരങ്ങൾ രഹസ്യമായി വെക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്നാണ് ആവശ്യം. ലഹരി കേസിനും പുലിപ്പല്ലി കേസിനും പിന്നാലെയാണ് വേടനെതിരെ ബലാത്സംഗ കേസും ഉയർന്നിട്ടുള്ളത്. ജനം, കൊച്ചി. താരസംഘടനയായ അമ്മ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം ഇന്ന് വൈകിട്ട് 3 അവസാനിക്കും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടൻ ബാബുരാജ് മത്സരിച്ചേക്കില്ല എന്നാണ് സൂചന. നടൻ ജഗദീഷ് പത്രിക പിൻവലിച്ചതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം ദേവനും ശ്വേതാ മേനോനും തമ്മിൽ നേരിട്ടായി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിത വരണമെന്ന നിലപാട് സ്വീകരിച്ചാണ് ജഗദീഷ് പിന്മാറിയത്. മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജിവെച്ചതോടെയാണ് ഓഗസ്റ്റ് 15 അമ്മയിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുക. നടി മാല പാർവതിയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്തെന്ന പരാതിയിൽ കൊച്ചി സൈബർ പോലീസ് കേസെടുത്തു. മനീഷ് എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത്. ഇന്നലെയായിരുന്നു മാല പാർവതി പരാതി നൽകിയത്. മാല പാർവതിയുടെ പേരിൽ 10,000-ലധികം അംഗങ്ങളുള്ള ഫേസ്ബുക്ക് പേജിലാണ് മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത്. മാനേജറാണ് മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിക്കുന്നുവെന്ന് മാല പാർവതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. മാല പാർവതി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളെടുത്ത് മോർഫ് ചെയ്ത് അശ്ലീല ചിത്രങ്ങളാക്കി പ്രചരിപ്പിക്കുന്നുവെന്നാണ് കേസ്.
കൊല്ലം തേവലക്കര സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. KSEB ഓവർസിയർമാരും പ്രതിപട്ടികയിലുണ്ട്. KSEBയുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും തുടർ നടപടി. അപകടകരമായ രീതിയിൽ സ്കൂൾ കെട്ടിടത്തിന് സമീപത്തുകൂടെ വൈദ്യുതി ലൈൻ പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും അത് അവഗണിച്ച് സ്കൂൾ കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് നൽകിയത് പഞ്ചായത്ത് AE ആയിരുന്നു. കേസിൽ KSEB ഉദ്യോഗസ്ഥരെയും പ്രതി ചേർക്കുമെന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. 9 വർഷമായി വൈദ്യുതി ലൈൻ മാറ്റാത്തതും അതിന് താഴെ ഷെഡ് പണിതതും വീഴ്ചയാണെന്ന് KSEBയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ സ്കൂൾ മാനേജ്മെന്റിനെയും പ്രതി ചേർത്തിരുന്നു. CPM ലോക്കൽ സെക്രട്ടറി കൂടിയായിരുന്ന സ്കൂൾ മാനേജരെ അയോഗ്യനാക്കിയതിന് പിന്നാലെയാണ് മറ്റുദ്യോഗസ്ഥർക്കെതിരെയും നടപടി ശക്തമാകുന്നത്. KSEB അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ ഓവർസിയർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് വിവരം. ഇക്കഴിഞ്ഞ ജൂലൈ 17-നാണ് 8ാം ക്ലാസ്സുകാരനായ മിഥുൻ ഷോക്കേറ്റ് മരിച്ചത്. കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവും ശക്തമാവുകയാണ്. ജനം, കൊല്ലം. പാലക്കാട് വടകരപതിയിൽ പൊതുശ്മശാനം സ്വകാര്യ വ്യക്തി ഉഴുതുമറിച്ചതായി പരാതി. 1.5 പതിറ്റാണ്ടായി നാട്ടുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വടകരപ്പതി പഞ്ചായത്തിലെ എലിപ്പാറയിലെ ശ്മശാന ഭൂമിയെ സംബന്ധിച്ചാണ് നാട്ടുകാരും സ്വകാര്യ വ്യക്തിയും തമ്മിൽ തർക്കം. 50ഓളം മൃതദേഹങ്ങൾ സംസ്കരിച്ച ഭൂമി സ്വകാര്യ വ്യക്തി മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഉഴുതുമറിക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. 2008 മുതൽ എലിപ്പാറ ലക്ഷം വീട്, കണക്കൻകളം, എരുമംകളം എന്നീ 3 ഗ്രാമങ്ങളിലുള്ള 150ഓളം കുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്ന ശ്മശാന ഭൂമിയാണ് സ്വകാര്യ വ്യക്തി ഉഴുതുമറിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. 50ഓളം മൃതദേഹങ്ങൾ സംസ്കരിച്ച ഭൂമി സ്വകാര്യ വ്യക്തി മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഉഴുതുമറിക്കുകയായിരുന്നു. സ്വകാര്യ വ്യക്തിയുടെ പക്കൽ നിന്നും 2008-ൽ 3 ഗ്രാമനിവാസികൾ ചേർന്ന് പണം പിരിച്ചെടുത്ത് വാങ്ങിയ 1.5 സെന്റ് ഭൂമിയാണിതെന്നാണ് നാട്ടുകാരുടെ വാദം. 3 ദേശക്കാരും കൂടിയിട്ട് എഗ്രിമെന്റ് ചെയ്ത് വാങ്ങിയ സ്ഥലമാണ്. എഗ്രിമെന്റ് പൈസയും കൊടുത്തും എല്ലാ പൈസയും ഇനി 5000 രൂപ മാത്രം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ രജിസ്ട്രേഷൻ ചെയ്യാൻ പോയ സമയത്ത് അവരുടെ ഡോക്യുമെന്റ് കോപ്പറേറ്റീവ് ബാങ്കിലായിരുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ അന്വേഷിച്ചു പോകുമ്പോഴൊക്കെ അവരുടെ ഡോക്യുമെന്റ് ബാങ്കിലായിരുന്നു, അതുകൊണ്ട് എഴുതാൻ തരാനില്ല. അപ്പം നമ്മൾ അന്വേഷിക്കാതൊന്നും ഇരുന്നിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഈ അതുവരെ മരണങ്ങളും ഉണ്ടാകുകയും ചെയ്ത് ഇവിടെ കൊണ്ട് അടക്കുകയും ചെയ്തിട്ടുണ്ട്. 40 മരണത്തോളം 40-50 മരണത്തോളം ആയിട്ടുണ്ട്, ഇവിടെ അടക്കിയിട്ടുമുണ്ട്. സ്വകാര്യ വ്യക്തിക്ക് 1 ലക്ഷം രൂപയിലധികം നൽകിയാണ് നാട്ടുകാർ ഭൂമി വാങ്ങുന്നതിന് കരാർ എഴുതിയിരുന്നത്. എന്നാൽ ഭൂമിയുടെ രേഖകൾ ഉടമ സഹകരണ ബാങ്കിൽ പണയപ്പെടുത്തിയിരിക്കുകയായിരുന്നതിനാൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരുന്നില്ല. അതിനിടെ ഉടമ മരിക്കുകയും ചെയ്തു. ശേഷം സ്വകാര്യ വ്യക്തിയുടെ ഭാര്യയും ബാങ്കിൽ നിന്നും ആധാരം എടുത്ത ഉടൻ ഭൂമി രജിസ്ട്രേഷൻ നടത്താമെന്ന് നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഒരു മൃതദേഹം സംസ്കരിക്കാനെത്തിയപ്പോൾ ഉടമയുടെ ഭാര്യ തടയുകയായിരുന്നുവെന്നും സെന്റിന് 2 ലക്ഷം രൂപ നൽകിയാലേ ഭൂമി നൽകുകയുള്ളൂ എന്ന് പറയുകയും പിന്നീട് ശ്മശാനം ഉഴുതുമറിക്കുകയുമായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. നമ്മളെ ഈ ജനുവരിയിൽ ചെല്ലപ്പൻ എന്നുള്ള ഒരു വ്യക്തി മരിച്ചപ്പോൾ ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് അടക്കാൻ പറ്റാതെ അവര് പ്രശ്നം ഉണ്ടാക്കി. കുഴി വെട്ടാൻ പോയപ്പോൾ ഭയങ്കര പ്രശ്നമൊക്കെ ആയി. ഇതുപോലെ എല്ലാവരും കൂടി ഇടപെട്ട് അന്ന് ഇവരടക്കാണ്ട് കൊണ്ടുപോയി കത്തിക്കുക ചെയ്തത്. തങ്ങളുടെ പൂർവികരെ അടക്കിയ മണ്ണാണ് ഉഴുതുമറിച്ചത് എന്നും ഭൂമി വിട്ടു നൽകില്ലെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. സംഭവത്തിൽ മന്ത്രി K. കൃഷ്ണൻകുട്ടിക്കും പഞ്ചായത്ത് അധികൃതർക്കും നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. ജനം, പാലക്കാട്. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മുഹമ്മദ് ആട്ടൂർ എന്ന മാമി തിരോധാന കേസിൽ പോലീസിനെതിരെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. കേസ് അന്വേഷിച്ച പോലീസിന് ഗുരുതര വീഴ്ച പറ്റി. 4 ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിനും നിർദ്ദേശമുണ്ട്. കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായിരുന്ന PK ജിജീഷ്, SI ബിനു മോഹൻ, സീനിയർ CPO MV ശ്രീകാന്ത്, KK ബിജു എന്നിവർക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരമേഖല IG രാജ്പാൽ മേഡയാണ് നിർദ്ദേശം നൽകിയത്. 2023 ഓഗസ്റ്റ് 21-ന് ഭർത്താവിനെ കാണാനില്ലെന്ന് കാണിച്ച് മാമിയുടെ ഭാര്യ റംലത്ത് നൽകിയ പരാതിയിലെ അന്വേഷണത്തിലാണ് വീഴ്ച. അന്വേഷണത്തിൽ നിർണായകമായ CCTV ദൃശ്യങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന പരാമർശം. സുപ്രധാനമായ വിവരങ്ങൾ നൽകുന്ന സൂചനകൾ ലഭ്യമായിട്ടും അവഗണിച്ചുവെന്നും ചൂണ്ടിക്കാട്ടുന്നു. ക്രൈംബ്രാഞ്ച് ADGPയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് IG-യുടെ നടപടി. 60 ദിവസത്തിനകം സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരോധാന കേസിൽ SI-യുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചതിനാണ് ഇൻസ്പെക്ടർക്കെതിരെ നടപടി. അതേസമയം അന്വേഷണ സംഘത്തെ നയിച്ച അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ നടപടിയില്ല. ജനം, കോഴിക്കോട്.
ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ബിരുദാനന്തര ബിരുദത്തിന് ഉന്നത പഠനത്തിനും ജോലിക്കും അംഗീകാരം നൽകാൻ കേരള VC ഡോക്ടർ മോഹൻ കുന്നുമേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡീൻസ് കൗൺസിൽ തീരുമാനിച്ചു. ഓപ്പൺ സർവകലാശാല ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്ക് കേരള സർവകലാശാലയുടെ അംഗീകാരമില്ലാത്തതുകൊണ്ട് ഉന്നത പഠനത്തിനുള്ള അവസരം നഷ്ടപ്പെടുന്നതായ വിദ്യാർത്ഥികളുടെ പരാതിയെ തുടർന്നാണ് VC അടിയന്തരമായി ഡീൻസ് കൗൺസിൽ വിളിച്ചത്. എല്ലാ ഫാക്കൽറ്റി ഡീൻമാരും രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മിനി കാപ്പനും കൗൺസിൽ യോഗത്തിൽ സംബന്ധിച്ചു. കൊല്ലം തിരുമുല്ലവാരം ബലിതർപ്പണ കേന്ദ്രത്തിലെ ദേവസ്വം ബോർഡ് അനാസ്ഥയിൽ പ്രതിഷേധിച്ച ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾക്കും ഹൈന്ദവ സംഘടനാ പ്രതിനിധികൾക്കുമെതിരെ കേസെടുത്ത് പോലീസ്. ദേവസ്വം ബോർഡിന്റെ വീഴ്ച ചൂണ്ടിക്കാണിച്ചവർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം ശക്തമാണ്. മനോജ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വാവിനോടനുബന്ധിച്ചാണ് അത്തരത്തിൽ ഈ ക്ഷേത്രത്തിന്റെ സമീപത്ത്, അതായത് തിരുമുല്ലവാരത്തിൽ വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഈ സമയത്ത് തന്നെ അവർക്ക് വേണ്ട സംവിധാനങ്ങളൊന്നും തന്നെ ദേവസ്വം ബോർഡ് ഒരുക്കിയിരുന്നില്ല. ബലിതർപ്പണത്തിനായി എത്തിയവർക്ക് അപമാനം നേരിടേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ ബലിതർപ്പണത്തിനായുള്ള സാധന സാമഗ്രികൾ പോലും ദേവസ്വം ബോർഡ് അവർക്ക് കൃത്യമായി നൽകിയിരുന്നില്ല. വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. പിന്നീട് പലരുടെയും പ്രതികരണം ജനം TV വഴി പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് പ്രതിഷേധവും ശക്തമായത്. ഈ പ്രതിഷേധത്തിൽ തന്നെ, അതായത് ഈ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ ഉൾപ്പെടെ ഇതിൽ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഈ ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിലൊക്കെ തന്നെ ദേവസ്വം ബോർഡ് ഈ ഭക്തജനങ്ങൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടിൽ ഒരു തരത്തിലുള്ള നടപടിയും ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, നിലവിൽ ഇപ്പോൾ പ്രതിഷേധിച്ച ഈ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ ഹൈന്ദവ സംഘടനകളുടെ പ്രവർത്തകർക്കും എതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതായത് ഈ സംഭവം ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ്, ഭക്തർ നേരിട്ട ബുദ്ധിമുട്ട് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിവിധ ഹൈന്ദവ സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ പ്രതിഷേധം അറിയിച്ചതിനെ തുടർന്ന് കേസെടുക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് വിവിധ സംഘടനകളും അറിയിച്ചിട്ടുള്ളത്. ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ, BJP കൊല്ലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ദേവസ്വം ഓഫീസിലേക്കും ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. എന്തായാലും ഭക്തർ അനുഭവിച്ച ഈ ബുദ്ധിമുട്ടിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള നടപടിയെടുക്കാൻ തയ്യാറാവണമെന്നാണ് സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ശരി മനോജ്. കോഴിക്കോട് പടനിലത്ത് ബസ് കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക്. വിവാഹ സംഘം സഞ്ചരിച്ച കാറാണ് സ്വകാര്യ ബസ്സിലിടിച്ചത്. കോഴിക്കോട് നിന്ന് കൊടുവള്ളി ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സിലാണ് കാറിടിച്ചത്. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദിസ്ന, ഇപ്പോൾ അപകടം സംഭവിച്ചിട്ടുണ്ട്, നിരവധി പേർക്ക് പരിക്കുമുണ്ട്. ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ദേവിക, ആരോഗ്യനില അതായത് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. വിവാഹ സംഘം സഞ്ചരിച്ച കാറാണ് സ്വകാര്യ ബസ്സിലിടിച്ചത്. കുന്നമംഗലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന വിവാഹ സംഘം സഞ്ചരിച്ച കാറിന് മുന്നിലെ ഈ വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് ബസ്സിലിടിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ കാറിൽ ഉണ്ടായിരുന്ന 4 പേർക്കാണ് സാരമായി പരിക്കേറ്റത്. ഇവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ബസ്സിൽ ഉണ്ടായിരുന്ന 11ഓളം പേർക്ക് നിസാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും കോഴിക്കോട് പടനിലത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ദേവിക, ശരി. തിരുവനന്തപുരം കവടിയാറിൽ കോടികൾ വില വരുന്ന വീടും ബസ്സും തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതിയായ DCC അംഗം അനന്തപുരി മണികണ്ഠൻ മുൻപ് നടത്തിയ ആധാര ഇടപാടുകൾ കൂടി അന്വേഷിക്കാൻ ഒരുങ്ങി പോലീസ്. മണികണ്ഠന്റെ സഹോദരന്റെയും ആധാരമെഴുത്ത് ഓഫീസിലും പരിശോധനകൾ നടത്തുന്നുണ്ട്. മുൻപും ഇരുവരും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് അറിയുന്നതിലേക്ക് വേണ്ടിയാണ് പരിശോധന. US-ൽ സ്ഥിരതാമസമാക്കിയ വനിതാ ഡോക്ടറുടെ ജവഹർ നഗറിലുള്ള 5.5 കോടിയുടെ കെട്ടിടവും സ്ഥലവും വ്യാജരേഖകൾ ഉപയോഗിച്ച് കൈക്കലാക്കി മറച്ചുവിറ്റ കേസിലെ മുഖ്യപ്രതിയായ DCC അംഗം അനന്തപുരി മണികണ്ഠൻ മുൻപ് നടത്തിയ ആധാര ഇടപാടുകൾ കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. തട്ടിപ്പിനായി വ്യാജ ആധാരം നിർമ്മിക്കാനുള്ള സ്റ്റാമ്പ് എടുത്തതും രജിസ്ട്രേഷൻ ഫീസ് അടച്ചതും സഹോദരൻ മഹേഷിന്റെ ലൈസൻസ് ഉപയോഗിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ മഹേഷിന്റെ ഓഫീസിലും വിശദമായ പരിശോധന പോലീസ് നടത്തും. സ്വന്തമായി ലൈസൻസ് ഉണ്ടായിട്ടും അതുപയോഗിക്കാതെ സഹോദരന്റെ ലൈസൻസ് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയതും ആസൂത്രിതമായതുകൊണ്ടാണ് ഇരുവരും മുൻപ് നടത്തിയ ആധാര ഇടപാടുകൾ വിശദമായി പരിശോധിക്കാൻ പോലീസ് ഒരുങ്ങുന്നത്. അതേസമയം ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ വില്ലേജ് ഓഫീസിൽ നിന്നോ റവന്യൂ ഉദ്യോഗസ്ഥരിൽ നിന്നോ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ജനം, തിരുവനന്തപുരം.
വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടറായി എ രാജരാജൻ നിയമിതനായി. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഡയറക്ടറായി ES പത്മകുമാറിനെയും നിയമിച്ചു. L സൗമ്യ നാരായണനാണ് പുതിയ IISU ഡയറക്ടർ. നിലവിൽ VSSC അസോസിയേറ്റ് ഡയറക്ടറാണ് സൗമ്യ. IISU ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുകയാണ് സതീഷ് ധവാൻ സ്പേസ് ഡയറക്ടറായി നിയമിതനായ ES പത്മകുമാർ. കേന്ദ്ര സർക്കാരാണ് പുതിയ നിയമനങ്ങൾ നടപ്പാക്കിയത്. ഹരിത വിപ്ലവത്തിന്റെ പിതാവിന് ആദരവുമായി മഹാരാഷ്ട്ര. MS സ്വാമിനാഥന്റെ ജന്മശതാബ്ദിയായ ഓഗസ്റ്റ് 7 ഇനി മുതൽ സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കും. കാർഷിക മേഖലയിലെ സംഭാവനകൾക്കുള്ള അംഗീകാരമാണെന്ന് സർക്കാർ അറിയിച്ചു. സ്വാമിനാഥൻ ബയോ ഹാപ്പിനെസ് സെന്ററും റിസർച്ച് സെന്ററും സ്ഥാപിക്കാൻ കാർഷിക സർവകലാശാലകൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സുസ്ഥിര കാർഷിക രീതികൾ, കാലാവസ്ഥാ വ്യതിയാനം, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ വിഷയങ്ങൾ പഠിക്കുകയാണ് ലക്ഷ്യം. ഹമാസിനെ ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പരിഷ്കരണങ്ങൾ നടപ്പാക്കുകയെങ്കിൽ പലസ്തീനെ അംഗീകരിക്കുമെന്ന് കാനഡയും സമാന പ്രഖ്യാപനം നടത്തിയ മൂന്നാമത്തെ G7 രാജ്യമാണ്. നേരത്തെ ഫ്രാൻസും ബ്രിട്ടനും പലസ്തീനെ അംഗീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു. കൃത്യമായി ഹമാസിനെ ഒഴിവാക്കിയ സ്റ്റേറ്റ് ആയിരിക്കും കാനഡ മുന്നോട്ട് വയ്ക്കുക എന്ന് മാർക്ക് കാർണി അറിയിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം തന്നെ നടക്കണം. Canada intends to recognize the state of Palestine at the 80th session of the United Nations General Assembly in September 2025. This intention is predicated on the Palestinian Authority's commitment to much-needed reforms, including commitments by the Palestinian Authority's President Abbas to fundamentally reform its governance, to hold general elections in 2026 in which Hamas can play no part, and to demilitarize the Palestinian state. Canada will increase its efforts in supporting strong democratic governance in Palestine and the contributions of its people to a more peaceful and hopeful future. അമേരിക്കയുടെ അത്യാധുനിക F-35 യുദ്ധവിമാനം തകർന്നു വീണ അപകടം. മധ്യ കാലിഫോർണിയയിലെ ലെമൂറിലെ നേവൽ എയർ സ്റ്റേഷന് സമീപത്താണ് സംഭവമുണ്ടായത്. പൈലറ്റ് സുരക്ഷിതനാണെന്നും വിമാനത്തിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നും US നേവി അറിയിച്ചു. അപകട കാരണം അവ്യക്തമാണ്. തകർന്നു വീണ സ്ഥലത്ത് തീയും പുകയും ഉയരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വ്യാപാരികൾക്കിടയിലും ഡിജിറ്റൽ പേയ്മെന്റിന് പ്രിയമേറുന്നു. ജൂൺ മാസം മാത്രം 9.1 ട്രില്യൺ കോടി രൂപയാണ് UPI വഴി വ്യാപാരികളുടെ അക്കൗണ്ടിലേക്ക് എത്തിയത്. മുൻവർഷത്തെ അപേക്ഷിച്ച് 19% വർധനയാണ് രേഖപ്പെടുത്തിയത്. പേഴ്സൺ ടു മെർച്ചന്റ് അഥവാ P2M പേയ്മെന്റുകൾ യൂണിഫൈഡ് പേയ്മെന്റ് സംവിധാനത്തിന്റെ ചാലകശക്തിയായി തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ. ജൂണിൽ മൊത്തം വിപണി വിഹിതത്തിന്റെ 74.5% P2M പേയ്മെന്റുകളാണ്. വ്യാപാരികളുടെ അക്കൗണ്ടുകളിലേക്ക് നടത്തുന്ന മൂന്നിൽ ഓരോ ഇടപാടും 2000 രൂപയ്ക്ക് മുകളിലാണ്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരുടെ എണ്ണവും കൂടുകയാണ്. ഇതുവഴി നടത്തുന്ന ഇടപാടുകൾ 15% വർദ്ധിച്ച് 1.8 ട്രില്യൺ രൂപയിലെത്തി. കഴിഞ്ഞ വർഷം 2.13 ലക്ഷം പേരാണ് പുതുതായി കാർഡുകൾ എടുത്തത്. ഇ-കൊമേഴ്സ് മേഖലയിലാണ് ക്രെഡിറ്റ് കാർഡ് വ്യാപകമായി ഉപയോഗിക്കുന്നത്. അതേസമയം രാജ്യത്തെ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ ഇടിവ് രേഖപ്പെടുത്തി. മുൻ വർഷത്തെ അപേക്ഷിച്ച് 14% ഇടിവ് രേഖപ്പെടുത്തി 33,300 കോടി രൂപയായി. ബിസിനസ് ഡെസ്ക്, ജനം. ബംഗളൂരു മലയാളികളുടെ യാത്രാക്ലേശത്തിന് പരിഹാരം. സ്വാതന്ത്ര്യദിനം, ഓണം എന്നിവയോടനുബന്ധിച്ച് ദക്ഷിണ പശ്ചിമ റെയിൽവേ പ്രത്യേക ട്രെയിനുകൾ അനുവദിച്ചു. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 2 ട്രെയിനുകളാണ് അനുവദിച്ചത്. ഓഗസ്റ്റ് 11 മുതൽ സെപ്റ്റംബർ 16 വരെയാണ് ട്രെയിനുകൾ സർവീസ് നടത്തുക. അവധിക്കായി നാട്ടിലെത്താൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആശ്വാസമാവുകയാണ് ഇന്ത്യൻ റെയിൽവേ. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 2 ട്രെയിനുകളാകും സർവീസ് നടത്തുക. കേരളത്തിൽ 12 ഇടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും. SMVT ബംഗളൂരു, തിരുവനന്തപുരം നോർത്ത്, SMVT ബംഗളൂരു സർവീസിനായി ഇരുവശങ്ങളിലേക്കും 6 ട്രിപ്പ് വീതമാണ് അനുവദിച്ചത്. 0653 നമ്പർ ട്രെയിൻ ഓഗസ്റ്റ് 11 മുതൽ സെപ്റ്റംബർ 15 വരെയുള്ള എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:25 SMVT ബംഗളൂരുവിൽ നിന്ന് ആരംഭിക്കും. ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1:15 തിരുവനന്തപുരം നോർത്തിൽ എത്തിച്ചേരും. മടക്കയാത്ര ഓഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 16 വരെ എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 3:25 തിരുവനന്തപുരം നോർത്തിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 8:15 SMVT ബംഗളൂരുവിൽ എത്തിച്ചേരും. SMVT ബംഗളൂരു തിരുവനന്തപുരം നോർത്ത് SMVT ബംഗളൂരു സ്പെഷ്യൽ എക്സ്പ്രസ് ആണ് മറ്റൊരു ട്രെയിൻ.
ഇരുവശത്തേക്കുമായി 3 ട്രിപ്പുകളാണ് അനുവദിച്ചിരിക്കുന്നത്. 06-547 നമ്പർ ട്രെയിൻ SMVT ബംഗളൂരുവിൽ നിന്ന് ഓഗസ്റ്റ് 13 മുതൽ ബുധനാഴ്ചകളിൽ രാത്രി 7:25 പുറപ്പെട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 1:15 തിരുവനന്തപുരം നോർത്തിൽ എത്തിച്ചേരും. മടക്കയാത്ര ഓഗസ്റ്റ് 14 മുതൽ വ്യാഴാഴ്ചകളിൽ വൈകുന്നേരം 3:15 തിരുവനന്തപുരം നോർത്തിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 8:30 SMVT ബംഗളൂരുവിൽ എത്തിച്ചേരും. കൃഷ്ണരാജപുരം, ബംഗാർപേട്ട്, സേലം, ഈറോഡ്, തിരുപ്പൂർ, പോത്തന്നൂർ, പാലക്കാട്, തൃശൂർ, ആലുവ, എറണാകുളം, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം, കൊല്ലം, വർക്കല, ശിവഗിരി എന്നിവിടങ്ങളിൽ ഇരുവശത്തേക്കും 2 ട്രെയിനുകൾക്കും സ്റ്റോപ്പ് ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് ജനം. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനുള്ളിൽ. നമസ്തേ.